പ്രമുഖരായ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കാനുണ്ട്. പക്ഷേ നമ്മൾ ആതിഥ്യ മര്യാദ, നമ്മുടെ വിശിഷ്ടാതിഥി, നമ്മൾ സാധാരണ അതിഥിയിൽ നമ്മളും അദ്ദേഹവും തമ്മിൽ ഇപ്പോൾ കുറച്ച് പ്രേമത്തിലാണ്, സ്നേഹത്തിലാണ്. അദ്ദേഹത്തെയാണ് അടുത്തതായി പ്രസംഗിക്കാൻ വിളിക്കുന്നത്. പൂഞ്ഞാർ എം എൽ എ പി സി ജോർജ് അവർകൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നത് മര്യാദയല്ല എന്നെനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ ഉശിരൻ പ്രകടനം കണ്ടപ്പോൾ ഒരു ഉശിരൻ പ്രസംഗം നടത്തണം എന്നെനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ആദ്യമേ നിങ്ങളോട് ഞാൻ പറയട്ടെ, മലപ്പുറം ജില്ലാ INL കമ്മിറ്റിയുടെ പ്രകടനം കലക്കി കലക്കി കലക്കി. ഇവിടെ വർഷങ്ങളായി മലപ്പുറം ജില്ലയുടെ ആധിപത്യം കൊണ്ടാടിയിരുന്ന ആ വിഭാഗങ്ങൾക്ക് മുഖത്തേറ്റ കനത്ത അടിയാണ് ഇന്നത്തെ INL പ്രകടനം എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. 1994 അന്തരിച്ച അഭിവന്ദ്യനായ സേഠ് സാഹിബ് തുടങ്ങിവെച്ച നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിരുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇറങ്ങി വന്നേ മതിയാകൂ എന്ന് ബോധ്യം വന്നപ്പോ അഭിവന്ദ്യനായ വലിയ മനുഷ്യൻ കടന്നു വരികയായിരുന്നു INL-ന് രൂപം നൽകിക്കൊണ്ട്. 94 മുതൽ 2007 വരെയുള്ള ഈ കാലഘട്ടങ്ങളിൽ അധികാരത്തിന് ശീതളച്ചായ നോക്കി കടന്നുപോയവരല്ല INL നേതാക്കന്മാരും പ്രവർത്തകരും എന്ന വസ്തുത അടിവരയിട്ട് പറയേണ്ടതാണ്. അങ്ങനെ അധികാരത്തിന് അപ്പുറത്തായി ആദർശത്തിനും നീതിബോധത്തിനും വിലയുണ്ടെന്ന് കൽപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കും. നാം പിന്തുണ കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടല്ലോ, ആ മുന്നണിയോടും കേരള കോൺഗ്രസ് സെക്യുലറിന്റെ പ്രതിനിധി എന്ന് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷക്കാലം UDF-ന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഒരു MLA എന്ന നിലയിൽ പറയുന്നു, INL ശക്തിയാണെന്ന് നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം. 94 മുതൽ അധികാരം ഇട്ടെറിഞ്ഞു വന്നവരാണ് INL. അധികാരത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നെങ്കിൽ INL-ന് കേന്ദ്രത്തിലോ സംസ്ഥാനത്തിലോ അധികാരത്തിൽ വരുവാൻ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ INL പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് അധികാരമില്ലാതെ നിൽക്കേണ്ടി വരുന്നത് എന്ന സത്യം അങ്ങനെയുള്ളവർ അറിയുന്നത് നല്ലതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. എന്താണ് UDF LDF തമ്മിലുള്ള വ്യത്യാസം? ഉദാഹരണം സ്മാർട്ട് സിറ്റി കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തി തരാം. കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞിരുന്നത്? കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയും പറഞ്ഞിരുന്നത് എന്താണ്? സ്മാർട്ട് സിറ്റി ഇവിടെ വരണമെങ്കിൽ, ദുബായ് കമ്പനിക്കാരൻ ഇവിടെ വരണമെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും പ്രമുഖമായ ഇൻഫോ പാർക്ക് 80 കോടി രൂപ മുതൽ മുടക്കുള്ള, സർക്കാർ ഖജനാവിൽ നിന്ന് മുതൽ മുടക്കുള്ള 40 ഏക്കർ സ്ഥലമുള്ള ആ ഇൻഫോ പാർക്ക് വിട്ടുകൊടുക്കണം ദുബായ് കമ്പനിക്ക്. നമ്മൾ പറഞ്ഞു കൊടുക്കില്ല, അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, 290 ഏക്കർ സ്ഥലം അവർക്ക് കൊടുക്കണം, അതും പൂർണ്ണമായും വിട്ടുകൊടുക്കണം എന്ന് മാത്രമല്ല, ഇൻഫോ പാർക്ക് വിട്ടുകൊടുത്താൽ പോലും, വസ്തുക്കൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ പോലും നമുക്ക് കേരള സർക്കാരിനുള്ള ശതമാനം എന്ന് പറയുന്നത്, വിഹിതം എന്ന് പറയുന്നത് 9% വിഹിതം, 9% കമ്പനിയിൽ ഷെയർ. നമ്മൾ പറഞ്ഞു അത് പറ്റൂല എന്ന്. മാർച്ച് മാസത്തിൽ ഒപ്പിടേണ്ടതായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ട് ഉമ്മൻചാണ്ടിക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഒപ്പിടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വീതം മേടിക്കാൻ പറ്റിയില്ല. ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് അധികാരത്തിൽ വന്ന് 11 മാസമായി. സ്മാർട്ട് സിറ്റി നഷ്ടപ്പെടാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസന വിരുദ്ധന്മാരാണ്. VS അച്യുതാനന്ദൻ വികസന വിരുദ്ധനാണ്. ആ പ്രചരണം നടന്നു. ഇപ്പൊ എന്തായി? ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എന്തായി ഇപ്പോ?